നിങ്ങൾ നോക്കിയപ്പോ എത്ര ദിവസമായി അമേരിക്കയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല ആ തീ കെടുത്താൻ ഉള്ള ശക്തി നൽകുമാറാകട്ടെ. ആരും അതിനൊന്നും സന്തോഷിക്കാൻ പാടില്ല. അമേരിക്ക മുസ്ലിമീങ്ങളെ എതിരുണ്ട്, അതുകൊണ്ട് കത്തട്ടെ എന്നുള്ളത് ഒരൊറ്റ മനുഷ്യനും പറഞ്ഞു പോകാൻ പാടില്ല. അതിൽ സന്തോഷിക്കാൻ പാടില്ല. അള്ളാഹുവിനോട് പറയാം, പടച്ചവനെ അത് അവസാനിപ്പിച്ച് നീ പരീക്ഷണം നടത്തുന്നത് മറ്റു വിധത്തിൽ നടത്തിക്കോന്ന് അള്ളാഹിനോട് പറയാം. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണം തന്നെയാണ്. എന്താണ് അവിടുത്തെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചത്? അടുത്ത ദിവസം ഗസയിൽ ഉള്ള ആളുകൾ മുഴുവനും ഞാൻ ചുട്ടുകരിക്കും എന്നായിരുന്നു പറഞ്ഞത്. ആ കരിക്കൽ അല്ലാഹു തആല ഇവിടെ തന്നെ നടത്തി. മനുഷ്യൻ ചിന്തിക്കണം. ഇന്നും കേട്ടിട്ടില്ല. ഇന്ന് വൈകുന്നേരവും കാലിഫോർണിയയിൽ നമ്മളെ ഒരു സഹോദരനുണ്ട്, അദ്ദേഹവുമായി ഞാൻ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, ഇന്നും കെടുത്താൻ ലോസ് ആഞ്ചലസ് ഭാഗത്ത് തീ കെടുത്താൻ സാധിച്ചിട്ടില്ല. തീ കെടുത്താൻ വന്ന ഹെലികോപ്റ്റർ അടക്കം കത്തി വീണ് ജനങ്ങൾ മരിച്ചു പോവുകയല്ലാതെ ഇതുവരെയും യാതൊരു സമാധാനവും വരുത്താൻ അമേരിക്കക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അർഹമുർ റഹീമായ അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും ഒരു ശക്തിയും ചെയ്യാൻ സാധ്യമല്ല കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു തആലയെ പേടിച്ചുകൊണ്ട് നാം ജീവിക്കണം. നമുക്ക് ഈമാൻ ശക്തിയാവണം. അതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്.